ശ്രീമതി ഹരിത കെ, കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി, നർത്തകി, അധ്യാപിക, കോറിയോഗ്രാഫർ, സാമൂഹ്യ പ്രവർത്തക. 4 വയസ്സ് മുതൽ നൃത്തം അഭ്യസിച്ചു വരുന്നു. 10 വർഷമായി കോഴിക്കോട് നാട്യ നൃത്ത വിദ്യാലയം എന്ന സ്ഥാപനം നടത്തുന്നു. കലോത്സവ മത്സരങ്ങൾക്ക് സ്കൂളുകൾക്ക് വേണ്ടി കുട്ടികളെ പരിശീലിപ്പിക്കുന്നു. 2015 ഡൽഹിയിൽ വെച്ച് നടന്ന വേൾഡ് കൾച്ചറൽ ഫെസ്റ്റിവലിൽ മോഹിനിയാട്ടത്തിൽ ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. സ്കൂൾ, കോളേജ് തലങ്ങളിൽ മത്സരിച്ച് ധാരാളം സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം 100 ദിവസത്തെ നൃത്ത പരിപാടിയിൽ പങ്കെടുത്തു. യൂണിവേഴ്സൽ റെക്കോർഡ് ലഭിച്ചു. കൊച്ചിയിൽ നടന്ന മൃദംഗനാദം ഭരതനാട്യം പരിപാടിയിൽ പങ്കെടുത്ത് ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുണ്ട്. വിവിധ ക്ഷേത്രങ്ങളിലും വേദികളിലും നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ കോഴിക്കോട് ലളിതകലാ അക്കാദമിയിൽ നൃത്ത അധ്യാപികയായി പ്രവർത്തിക്കുന്നു. കൂടാതെ ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷനിൽ മെമ്പർ കൂടിയാണ്. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി റോസ്മേരി എസ്, തിരുവനന്തപുരം തിരുമല സ്വദേശി, വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ചീഫ് അക്കൗണ്ടൻ്റായി റിട്ടയർ ചെയ്തു. ട്രെയിനിങ് ഓൺ ട്രെയിനിങ് സ്കിൽസിന് സർട്ടിഫൈഡ് ട്രെയിനർ, NSTC മാസ്റ്റർ ട്രെയിനർ, ബെസ്റ്റ് ഇന്ത്യ റെക്കോർഡ് ഹോൾഡർ, ഹൈപ്പനോ തെറാപ്പി, ബയോവർമ തെറാപ്പി, മുദ്ര തെറാപ്പി, ഓറിക്കുലർ തെറാപ്പി, റിഫ്ലെക്സോളജി, കൗൺസിലിംഗ് എന്നിവയിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ആരോഗ്യമുള്ള ശരീരവും മനസ്സും സാധാരണക്കാരിലേക്ക് എത്തിക്കുവാൻ നിരവധി ബോധവൽക്കരണ പരിപാടികൾ വിവിധ മേഖലകളിൽ സജീവമായി നടത്തിവരുന്നു. മരുന്നില്ലാത്ത ചികിത്സാ രീതി, ആഹാരം തന്നെ ഔഷധം, മില്ലറ്റ്സ്, മുരിങ്ങ തുടങ്ങി പലതരം പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങളുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തിവരുന്നു. ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിലും സജീവമാണ്. ബെസ്റ്റ് ഓൺട്രപ്രനർ അവാർഡ്, എക്സലൻസ് അവാർഡ്, ബെസ്റ്റ് ഇൻസ്പയറിംഗ് ബിസിനസ് കപ്പിൾ ഓഫ് ദ ഇയർ തുടങ്ങി ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ വെൽനസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്തു വരുന്നതിനോടൊപ്പം കെയർ വേൾഡ് എന്ന ലഹരിക്കെതിരെയുള്ള സംഘടനയുടെ പ്രസിഡന്റും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ജോയിന്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു വരുന്നു. ആരോഗ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. പത്മകുമാരി എസ്, കൊല്ലം ജില്ലയിലെ ചിറക്കര സ്വദേശി, നവമാധ്യമങ്ങളിൽ കവിതകളും കഥകളും എഴുതുന്നത് കൂടാതെ അമേരിക്കൻ ഓൺലൈൻ പത്രമായ മലയാളി മനസ്, ദളമാസിക, ബോധി, ഒറ്റത്താൾ മാസിക എന്നിവയിലും രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭാഷാ മലയാളം സാഹിത്യ സൗഹൃദ കൂട്ടായ്മയുടെ ശ്രേഷ്ഠ തൂലിക പുരസ്കാരം, സാഹിത്യ പ്രതിഭ അവാർഡുകൾ, മഹാകവി അക്കിത്തം സ്മാരക പുരസ്കാരം, പെൻഡ്രൈവ് വേൾഡ് റെക്കോർഡ്, കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ്, യൂണിക്കോൺ വേൾഡ് റെക്കോർഡ്, ഇന്ത്യസ് വേൾഡ് റെക്കോർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. 10ഓളം കവിതാ സമാഹാരങ്ങളിൽ കവിതകൾ അച്ചടിച്ചു വന്നിട്ടുണ്ട്. സ്വപ്നസഞ്ചാരി, നനവോർമ്മകൾ എന്നീ 2 കവിതാ സമാഹാരങ്ങൾ പ്രകാശിതമായിട്ടുണ്ട്. ചിറക്കര ഇടവട്ടം ക്ഷീരോത്പാദക സഹകരണ സംഘം സെക്രട്ടറിയെ സേവനമനുഷ്ഠിക്കുന്നു. തൊഴിൽ മേഖലയിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച ക്ഷീരസംഘത്തിനുള്ള ക്ഷീരവികസന വകുപ്പിൻ്റെയും മിൽമയുടെയും അവാർഡുകൾ 10 പ്രാവശ്യം കരസ്ഥമാക്കിയിട്ടുണ്ട്. കൂടാതെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള സ്ഥാപനം, തെരുവിൽ അലയുന്നവർക്ക് ഭക്ഷണം നൽകുന്ന കരുതൽ പദ്ധതി എന്നിവയിലും കഴിയുന്നത്ര സഹായങ്ങൾ നൽകിക്കൊണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങളിലും വ്യാപൃതയാണ്. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. അടുത്തായി ശ്രീമതി സുവർണ രാമകൃഷ്ണൻ, കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി, നർത്തകി. 3.5 വയസ്സ് മുതൽ നൃത്തപഠനം ആരംഭിച്ചു. ഭരതനാട്യം, മോഹിനിയാട്ടം എന്നിവയിൽ നാട്യപ്രിയ ബിരുദം നേടി. ഭരതനാട്യത്തിൽ MFAയും നേടിയിട്ടുണ്ട്. കുച്ചിപ്പുടി, കേരള നടനത്തിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്. 25 വർഷത്തിലധികമായി നൃത്ത അധ്യാപന രംഗത്ത് സജീവമാണ്. മുക്കാളിയിലെ റൈറ്റ്സ് ചോയ്സ് സ്കൂൾ, വാദി ഹുസ്ന സ്കൂൾ വട്ടോളി എന്നിവിടങ്ങളിലെ അധ്യാപികയായിരുന്നു. നിലവിൽ സെൻറ്റ് മീരാസ് പബ്ലിക് സ്കൂൾ പേരാമ്പ്രയിലെ അധ്യാപികയെ സേവനമനുഷ്ഠിക്കുന്നു. ഇതുകൂടാതെ മഹാരാഷ്ട്രയിലെ ഉല്ലാസ് നഗറിൽ നൃത്തം അവതരിപ്പിച്ച് മുംബൈ മലയാളികളുടെ പ്രശംസ നേടിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രം, മൂകാംബിക ക്ഷേത്രം, അതുപോലെ കേരളത്തിലെ മറ്റ് പ്രശസ്ത ക്ഷേത്രങ്ങളിലും വിവിധ വേദികളിലും നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. 2000-ലധികം കുട്ടികളെ ഇതിനോടൊപ്പം നൃത്തം അഭ്യസിപ്പിക്കുകയും വേദികളിൽ എത്തിക്കുകയും ചെയ്തു. സ്കൂൾ കലോത്സവങ്ങൾ, സബ് ജില്ലാ, ജില്ലാ, സംസ്ഥാന കലോത്സവങ്ങൾക്ക് കുട്ടികളെ പങ്കെടുപ്പിക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട്. സബ് ജില്ലാ, സംസ്ഥാന കലോത്സവങ്ങൾക്ക് വിധികർത്താവായി പോകുന്നുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സൗജന്യമായി പഠിപ്പിക്കുകയും വേദികളിൽ എത്തിക്കുകയും ചെയ്യുന്നു.
100ഓളം കുട്ടികളെ അണിനിരത്തി അവതരിപ്പിച്ച വന്ദേ ഭാരതം നൃത്ത ശില്പം പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു. കൊയിലാണ്ടിയിൽ ഉള്ളൂരിൽ കലാദർപ്പൺ സ്കൂൾ ഓഫ് ഡാൻസ് എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഭരതനാട്യത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുണ്ട്. നൃത്ത മേഖലയിൽ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ലേഖ RS, നാവായിക്കുളം സ്വദേശി, നർത്തകി, കഥാപ്രാസംഗിക, മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, നാടോടി നൃത്തം, സംഘനൃത്തം, തില്ലാന, ബാലെ, ഒപ്പന എന്നിവയിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്. വിവിധ ക്ഷേത്രങ്ങളിൽ ഭക്തിഗാന സുതയ്ക്ക് പോകാറുണ്ട്. നാവായിക്കുളം വിവേകാനന്ദ പബ്ലിക് സ്കൂൾ, നാവായിക്കുളം ഗവൺമെൻറ് സ്കൂൾ, LV UPS വെൺകുളം, വർക്കല ഡാൻസ് സ്കൂൾ എന്നീ സ്കൂളുകളിൽ നൃത്ത അധ്യാപികയായിരുന്നു. കുട്ടികളെ വിവിധയിനം നൃത്തങ്ങൾ പഠിപ്പിക്കുകയും ജില്ലാതലത്തിൽ 1ാം സമ്മാനം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. നൃത്തകല കൂടാതെ അഭിനയ മേഖലയിലും മികവ് തെളിയിച്ചിട്ടുണ്ട്. 6 ഷോർട്ട് ഫിലിമുകളിലും അനേകം വെബ് സീരീസുകളിലും അഭിനയിച്ചിട്ടുണ്ട്. പ്രമുഖരായ സിനിമ ആർട്ടിസ്റ്റുകളിൽ നിന്ന് ഫലകവും പൊന്നാടയും കരസ്ഥമാക്കിയിട്ടുണ്ട്. അനേകം വേദികളിൽ നിരവധി കുട്ടികളെ നൃത്തം അഭ്യസിപ്പിക്കുകയും അരങ്ങേറ്റം നടത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ അനേകം വേദികളിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു വരുന്നു. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ചന്ദ്രിക കുമാരി R, തിരുവനന്തപുരം വർക്കല സ്വദേശി, 35 വർഷമായി കഥാപ്രസംഗ രംഗത്ത് സജീവ സാന്നിധ്യം. ഇതിനോടകം 1000ഓളം വേദികളിൽ കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ നിരവധി ഷോർട്ട് ഫിലിമുകൾ ഉൾപ്പെടെ അഭിനയ മികവ് തെളിയിച്ചു. ഇതുകൂടാതെ കവിതാ രചനയിലും പ്രാവീണ്യമുണ്ട്. മികച്ച ഖാദിയയ്ക്കുള്ള ഗുരുപദം അവാർഡ്, കലാകേരളം അവാർഡ്, GK പിള്ള ഫൗണ്ടേഷൻ അവാർഡ്, ഗുരുപ്രിയ TV അവാർഡ്, ഫ്രീലാൻസ് പത്രപ്രവർത്തക അസോസിയേഷൻ അവാർഡ്, കലാസാഹിത്യ ക്ഷേമസമിതി അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി ആദരവുകൾ ഇതിനോടകം കരസ്ഥമാക്കിയിട്ടുണ്ട്. നിലവിൽ വാർഡ് 3 എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. കഥാപ്രാസംഗിക എന്ന നിലയിൽ കാഴ്ചവെച്ചിട്ടുള്ള പ്രകടനം കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. കുമാരി ശ്രീലക്ഷ്മി SS, ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ സ്വദേശി, നർത്തകി. ആലപ്പുഴ പുന്നപ്ര കാർമൽ ഇൻ്റർനാഷണൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. 2022, 23, 24 എന്നീ വർഷങ്ങളിൽ സ്കൂൾ തലത്തിൽ തുടർച്ചയായി ഭരതനാട്യം, നാടോടി നൃത്തം എന്നിവയിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. 2023, 24 വർഷങ്ങളിൽ ICSE റീജിയണൽ സംസ്ഥാന കലോത്സവത്തിൽ 2 തവണയും നാടോടി നൃത്തത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഓട്ടംതുള്ളലിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ജവഹർ ബാലഭവൻ, അമ്പലപ്പുഴ ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം തുടങ്ങി പല വേദികളിലും ഭരതനാട്യം അവതരിപ്പിച്ചിട്ടുണ്ട്. നൃത്തമേഖലയിലെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. മാസ്റ്റർ ഗോപി കൃഷ്ണൻ, തിരുവനന്തപുരം വർക്കല സ്വദേശി, പാളയംകുന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥി, നാഷണൽ സർവീസ് സ്കീം സന്നദ്ധ പ്രവർത്തകൻ, മിമിക്രി കലാകാരൻ. 6ൽ പരം ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷോർട്ട് ഫിലിമിലെ അഭിനയത്തിന് 2023 GK പിള്ള ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചു. സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ ഇടപെടൽ കൊണ്ട് അറിയപ്പെടുന്ന കലാകാരനാണ്. കലാപരവും സാമൂഹ്യ സേവനപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. നിലവിൽ വാർഡ് 3 എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അഭിനയ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഉണ്ണി ചിറക്കര, കൊല്ലം ചിറക്കര സ്വദേശി, വായനശാലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. വായനയുടെ മഹത്വം കുട്ടികൾക്ക് പകർന്നു നൽകുവാൻ ശ്രമിക്കുന്നു. നാട്ടിൽ അവശത അനുഭവിക്കുന്നവരെയും നിർധനരെയും കഴിയുമിടം സഹായിക്കുകയും അവർക്ക് അന്നം കൊടുക്കുവാൻ സംഘടിതമായി ശ്രമിക്കുകയും ചെയ്യുന്നു. കലാസാഹിത്യ രംഗത്തും സജീവമാണ്. നിരവധി നാടകങ്ങൾക്ക് ഗാനങ്ങൾ രചിച്ചും സംഗീത സംവിധാനം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ദുബായിൽ വിദേശ മലയാളികളുടെ സാംസ്കാരിക സംഘടനയിൽ ഗാന്ധിയൻ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഗാന്ധിയൻ തത്വശാസ്ത്രങ്ങളെയും ആദർശങ്ങളെയും മൂല്യങ്ങളെയും മുറുകെ പിടിച്ച് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്നു. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അജിത് KS, തൃശ്ശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി, സ്വന്തമായി പ്രൊഫഷണൽ നാടക ട്രൂപ്പ് തുടങ്ങിക്കൊണ്ട് നാടകാഭിനയത്തിന് തുടക്കം കുറിച്ചു. ഗേറ്റ്വേ മാർബിൾസ് എന്ന ബിസിനസ് സ്ഥാപനവും തുടങ്ങിയിട്ടുണ്ട്. ബിസിനസ്സും കലയുമായി മുന്നോട്ട് പോയി
മുന്നോട്ട് പോകുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഏകദേശം ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിച്ച് ആത്മീയ കേന്ദ്രങ്ങളിൽ സ്ഥിരം ദർശനം നടത്തിയും ഹിമാലയത്തിലും ഋഷികേശിലും സരസ്വതി പർവ്വതഭൂമികളിലും തപോജീവിതം നയിച്ചുകൊണ്ട് യോഗി ബ്രഹ്മജ്യോതി എന്ന ദീക്ഷാനാമം സ്വീകരിച്ചു. നാട്ടിൽ തിരിച്ചെത്തി എഴുത്തിൽ സജീവമായിക്കൊണ്ട് സഹസ്രയോഗ എന്നൊരു പ്രസ്ഥാനം ആരംഭിച്ചു. ധ്യാനവും യോഗയും പരിശീലിപ്പിക്കുകയും ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുകയും നിർദ്ധനരെയും നിരാലംബരെയും അവരുടെ കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് മോചിതരാകുന്നതിന് സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നു. ദുബായ്, അബുദാബി എന്നിവിടങ്ങളിൽ യോഗ പഠനവും ആത്മീയ പ്രവർത്തനങ്ങളും നടത്തുന്നു. ആത്മീയ ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാനവരാശിക്ക് സന്തോഷവുമായ ഏകോദര സാഹോദര്യത്തിന് സന്ദേശം നൽകുന്ന നിരവധി സാഹിത്യ രചനകൾ പുസ്തകങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ആത്മീയ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. മിസ് ആര്യ എസ് കുമാർ, തിരുവനന്തപുരം കുര്യാത്തി സ്വദേശി, 15 വർഷമായി നൃത്തരംഗത്തുണ്ട്. കേരള നടനം, നടനഭൂഷണം, ഭരതനാട്യം, നാടോടി നൃത്തം എന്നിവയിലാണ് പ്രാവീണ്യം നേടിയിട്ടുള്ളത്. തുടർച്ചയായി സബ് ജില്ലാ തലത്തിൽ ഭരതനാട്യം, നാടോടി നൃത്തം എന്നിവയിൽ വിന്നറായിരുന്നു. സബ് ജില്ല, റവന്യൂ ജില്ല, സംസ്ഥാനതല മത്സരങ്ങൾ വിജയിക്കുകയും എ ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ കലാതിലകം ആയി. നാഷണൽ കൾച്ചറൽ ഫെസ്റ്റ് ഡൽഹിയിൽ നടന്നപ്പോൾ കേരളത്തെ പ്രതിനിധീകരിച്ച് അവിടെ ഭരതനാട്യം അവതരിപ്പിച്ചു. ഗുരു ഗോപിനാഥ് നടനഗ്രാമത്തിൽ നിന്നും കേരള നടനത്തിന് യുവപ്രതിഭാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് വിമൻസ് കോളേജിൽ നിന്നും ചെല്ലം ചന്ദ്രൻ സ്കോളർഷിപ്പ് നേടിയിട്ടുണ്ട്. അടൂർ ഭാസി കൾച്ചറൽ ഫോറം നടത്തിയ അവാർഡ് നൈറ്റിൻ്റെ വിന്നറായിരുന്നു. മുദ്ര ഫെസ്റ്റ്, കണ്ണകി ഫെസ്റ്റ്, അനന്തപുരി ഫെസ്റ്റ് തുടങ്ങിയവയിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. ദൂരദർശൻ്റെ ബി ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. യുവകലാശ്രേഷ്ഠ പുരസ്കാരം, സൗത്ത് ഇന്ത്യൻ സിനിമ, ടെലിവിഷൻ അക്കാദമി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ എക്സലൻസ് അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. 2025 മീഡിയ സിറ്റി മോനിഷ നാട്യശ്രീ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 15 വർഷമായി തിരുവനന്തപുരത്ത് കുര്യാത്തയിൽ ശ്രീ ശിവശൈലം സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് എന്ന സ്ഥാപനം നടത്തി വരുന്നു. 9 വർഷമായി കവടിയാർ ക്രൈസ്റ്റ് നഗർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൃത്ത അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നു. 10 വർഷമായി പല സ്ഥലങ്ങളിലും വിധികർത്താവായി പോകുന്നുണ്ട്. അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ തിരുവനന്തപുരം എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ്. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ദീപ ബിനു, തിരുവനന്തപുരം സ്വദേശി, വൈദ്യുതി ഭവനിൽ സൂപ്രണ്ടായി സേവനം അനുഷ്ഠിക്കുന്നു. സ്കൂൾ പഠനകാലം മുതൽ കവിതകൾ എഴുതാറുണ്ട്. പൂക്കാരി എന്ന കവിത ഗായത്രി എന്ന പേരിൽ സചിന്ത എന്ന പ്രസിദ്ധീകരണത്തിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട്. കൂടാതെ ഏതാനും കവിതകൾ ആനുകാലികങ്ങളിലും അച്ചടിച്ചു വന്നിട്ടുണ്ട്. തൻ്റെ കവിതകൾ എൻ്റെ പുഴ മനസ്സ് എന്ന കവിതാ സമാഹാരമായി പ്രകാശനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ വർഷം മലയാള ഭാഷാ വാരാചരണത്തോടനുബന്ധിച്ച് ഓഫീസിൽ നടത്തിയ ഉപന്യാസ രചന, കവിതാ നിരൂപണം, കഥാനിരൂപണം തുടങ്ങിയ മത്സരങ്ങളിൽ പ്രഥമ സ്ഥാനം നേടിയിട്ടുണ്ട്. ധാരാളം അവാർഡുകൾ സാഹിത്യമേഖലയിൽ ലഭിച്ചിട്ടുണ്ട്. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ശംഭു സെൻ, തിരുവനന്തപുരം കരമന സ്വദേശി, ഫാഗോട്ട് എന്ന കവിതാ സമാഹാരം ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിച്ചു. നിരവധി ആനുകാലികങ്ങളിൽ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സിനിമയ്ക്കും നാടകത്തിനും ആൽബങ്ങൾക്കും പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. കവി അയ്യപ്പൻ സ്മാരക ഫൗണ്ടേഷൻ 2020 കവിതാ പുരസ്കാരവും പഞ്ചമി സാഹിത്യ വ്യാസ കലാസാഹിത്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കവിതാ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. കേരള NGO, ഭരണചക്രം എന്നീ മാഗസിനുകളുടെ സബ് എഡിറ്റർ, ജലസേചന വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. മിസ് RB വർഷ, കൊല്ലം ജില്ലയിൽ ചവറ കൊറ്റംകുളങ്ങരയിൽ താമസം, 15 വർഷമായി ഗ്രാഫിക് ഡിസൈനറാണ്. GK പിള്ള ഫൗണ്ടേഷൻ ട്രഷറർ, ഗുരുപാദം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ട്രഷറർ, അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അംഗം. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് കൊല്ലം ജില്ലയെ പ്രതിനിധീകരിച്ച അത്ലറ്റിക് മത്സരത്തിൽ ധാരാളം മെഡലുകൾ നേടിയിട്ടുണ്ട്. ഗുരുപ്രിയ TVയിൽ അസോസിയേറ്റഡ് ഡയറക്ടറാണ്. കൂടാതെ ക്യാമറ വുമണായും പ്രവർത്തിച്ചു വരുന്നു. ഫ്രീലാൻസ് പത്രപ്രവർത്തക അസോസിയേഷനിൽ ഭാരവാഹിത്വമുണ്ട്. ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സുധീഷ് P, മലപ്പുറം അമ്പലപ്പാട് സ്വദേശി, 35 വർഷമായി ഡാൻസ് പഠിപ്പിച്ചു വരുന്നു. കേരളത്തിലെ പല ജില്ലകളിലായി 50-ൽ കൂടുതൽ സ്റ്റേജ് പെർഫോമൻസുകൾ നടത്തിയിട്ടുണ്ട്.
20 വർഷമായി സ്കൂൾ കലോത്സവങ്ങളിലും കോളേജ് കലോത്സവങ്ങളിലും കുട്ടികളെ പഠിപ്പിച്ച് മത്സരത്തിന് സജ്ജരാക്കുന്നു. സംസ്ഥാന തലത്തിൽ അവർക്ക് മത്സരിക്കാനും വിജയിക്കാനും അവസരങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയനിൽ 3 വർഷം വൈസ് പ്രസിഡൻ്റായും 1 വർഷം പ്രസിഡൻ്റായും പ്രവർത്തിച്ചു. സ്കൂൾ തലത്തിലും സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും മത്സരങ്ങൾക്ക് വിധികർത്താവായി പോകുന്നുണ്ട്. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സീതാലക്ഷ്മി AK, ചവറ പുതുക്കാട് സ്വദേശി, നർത്തകി, അധ്യാപിക. 35 വർഷമായി നൃത്തം പരിശീലിപ്പിച്ചു വരുന്നു. കേരള കലാമണ്ഡലം, കൂത്തമ്പലം, പെരിങ്ങോട്ടുകര ദേവസ്ഥാനം, ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം, ഗുരുവായൂർ ക്ഷേത്രം തുടങ്ങി ധാരാളം വേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക NVK നാട്യപ്രതിഭ തുമ്പപ്പൂ പുരസ്കാരം, JC ഡാനിയൽ എക്സലൻസ് അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ കേരളത്തിലെ കലാകാരന്മാരുടെ സംഘടനയായ കഫ് കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റി കരുനാഗപ്പള്ളി മേഖല പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്നു. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഗിരീഷ് ശങ്കർ, വടകര സ്വദേശി, നർത്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ. 25 വർഷമായി നൃത്തരംഗത്ത് പ്രവർത്തിക്കുന്നു. മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കേരള നടനം തുടങ്ങിയ നൃത്തകലകളിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. നാട്യശാല സ്കൂൾ ഓഫ് ആർട്സിൻ്റെ ഡയറക്ടറാണ്. നിർധനരായ കിടപ്പ് രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന സംഘടനയായ നാട്ടൊരുമ എന്ന കൂട്ടായ്മയിൽ മെമ്പറാണ്. പോണ്ടിച്ചേരി സർക്കാരിൻ്റെ ബെസ്റ്റ് ഡാൻസർ അവാർഡ്, JC ഡാനിയൽ അവാർഡ്, നാട്യദ്രുമ അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകൾ ഈ രംഗത്ത് നേടിയിട്ടുണ്ട്. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ S സതീഷ്, തിരുവനന്തപുരം സ്വദേശി, ജീവകാരുണ്യ പ്രവർത്തകൻ, സാമൂഹ്യ സേവകൻ. സാധാരണ ജനജീവിതങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു കൈത്താങ്ങായി പ്രവർത്തിച്ചു വരുന്നു. നിലവിൽ AVRA റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറിയാണ്. ധനലക്ഷ്മി ബാങ്കിൻ്റെ മാനേജറായിരുന്നു. റിട്ടയർമെൻറ്റിന് ശേഷം സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ സജീവം. കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട്. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രാഹുൽ രാജ് R, തിരുവനന്തപുരം മിത്രമല സ്വദേശി, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം, കേരള നടനം, നാടോടി നൃത്തം, സെമി ക്ലാസിക്കൽ ഡാൻസ് എന്നിവയിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. വിവിധ ക്ഷേത്രങ്ങളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. 250-ലധികം കുട്ടികളെ നൃത്തം പഠിപ്പിച്ചിട്ടുണ്ട്. ചെണ്ടമേളം, നാടൻപാട്ട്, നാടകം, നൃത്തനാടകം എന്നീ മേഖലകളിലും പ്രവർത്തിക്കുന്നു. ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി സ്റ്റാർസിൻ്റെ ഫൈനലിലും ഗ്രാൻഡ് ഫിനാലയിലും പങ്കെടുത്തിട്ടുണ്ട്. നാടൻപാട്ടിൽ ഡാൻസ്, കോറിയോഗ്രാഫി, വിഷ്വൽ, ചെണ്ട, റിതം പാട്ട് എന്നിവ ചെയ്യുന്നുണ്ട്. നാടകം, ബാലെ എന്നിവയിലും ഡാൻസ് കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. എൻ്റെ അർദ്ധനാരീശ്വരൻ, ശബരിമല അയ്യപ്പ സ്വാമി എന്നിവർക്കായി സ്വന്തമായി 2 ഭക്തിഗാനങ്ങൾ എഴുതി സംഗീതം ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകനാണ്. കേരള പോലീസ് ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പിലും അല്ലാതെയുമായി ധാരാളം ബ്ലഡ് ഡൊണേഷൻ നൽകി പ്രവർത്തിച്ചു വരുന്നുണ്ട്. മിത്രമലയിൽ സ്വന്തമായി കാവ്യകല ഡാൻസ് അക്കാദമി എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ലത RS, തിരുവനന്തപുരം വർക്കല സ്വദേശി, നർത്തകി, കഥാപ്രസംഗിക. മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, നാടോടി നൃത്തം, സംഘനൃത്തം, തില്ലാന, ബാലെ എന്നിവയിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്. വർക്കല മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഭരതനാട്യത്തിനും മോഹിനിയാട്ടത്തിനും 1ാം സമ്മാനം കരസ്ഥമാക്കി. പരവൂർ നഗരസഭ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൃത്ത അധ്യാപികയായിരുന്നു. 50-ൽ കൂടുതൽ കുട്ടികളെ നൃത്തവും ബാലയും പഠിപ്പിക്കുകയും നൃത്തത്തിന് ജില്ലാതലത്തിൽ കുട്ടികളെ സജ്ജമാക്കുകയും ചെയ്തു. ആയൂരിൽ സ്വന്തമായി ഡാൻസ് സ്കൂൾ ഉണ്ട്. അവിടെയും അനവധി കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇലകമൺ ഗവൺമെൻറ് UP സ്കൂളിലും ശാന്തി വിദ്യാഭവൻ സ്കൂളിലും 8 വർഷത്തോളം നൃത്ത അധ്യാപികയായിരുന്നു. നിരവധി സ്റ്റേജുകളിൽ കഥാപ്രസംഗം നടത്തിയിട്ടുണ്ട്. കൊച്ചു സീത, കാട്ടുമങ്ക, മായ, ഐഷ തുടങ്ങി ധാരാളം കഥകൾ വേദിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആകാശവാണി റേഡിയോ നിലയത്തിലും കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ട്. സുന്ദരേശ്വര എന്ന ഡാൻസ് അക്കാദമിയുടെ ഉടമ കൂടിയാണ്. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി അനിത കുട്ടപ്പൻ,
തൊടുപുഴ സ്വദേശി, തൊടുപുഴ BTM LP സ്കൂളിലെ പ്രൈമറി അധ്യാപികയാണ്. ഇംഗ്ലീഷ് വിഷയം പഠിപ്പിക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയോട് താല്പര്യം ജനിപ്പിക്കുകയും അനുഭവാധിഷ്ഠിത പഠനം സാധ്യമാക്കുകയും ആണ് ലക്ഷ്യം. കൂടാതെ അനുരൂപീകരണ സാധ്യതകൾ ക്ലാസ് മുറികളിൽ ആവശ്യാനുസരണം ഉപയോഗിച്ച് പഠനം ആസ്വാദ്യകരമാക്കി മാറ്റുന്നു. നിരവധി ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചു വരുന്നു. ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ നൽകുന്ന ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചതിന് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കലാ-സാംസ്കാരിക രംഗത്ത് മികവിന് യുവ കലാസാഹിത്യ അവാർഡ് തുടങ്ങി മികച്ച അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട്. അധ്യാപന രംഗത്തെ സേവനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി രാജേശ്വരി, തിരുവനന്തപുരം അരുവിക്കര സ്വദേശി, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കേരള നടനം എന്നീ കലകളിൽ പ്രാവീണ്യം. വട്ടിയൂർക്കാവ് നൃത്ത വിദ്യാലയം നടത്തി വരുന്നു. അതിൽ ധാരാളം കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ കമുകറ സ്കൂൾ ഓഫ് ഡാൻസിംഗ്, റോസ മൈസ്റ്റിക്ക റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങി വിവിധ സ്ഥാപനങ്ങളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നു. ധാരാളം സ്കൂൾ, കോളേജ് കലോത്സവങ്ങളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. അനന്തപുരി നാഷണൽ ഡാൻസ് ഫെസ്റ്റിവലിൽ നാട്യമയൂരി പുരസ്കാരവും ബെസ്റ്റ് പെർഫോമർ അവാർഡും കരസ്ഥമാക്കി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളിൽ നിന്ന് തുച്ഛമായ ഫീസാണ് വാങ്ങിയാണ് പഠിപ്പിക്കുന്നത്. നൃത്ത പരിശീലന രംഗത്തെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അരവിന്ദ് P, കൊല്ലം സ്വദേശി, നർത്തകൻ, അധ്യാപകൻ. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടോടി നൃത്തം എന്നിവയിലാണ് പ്രാവീണ്യം. 100-ൽ പരം വേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. ശ്രീ ഭദ്രേശ്വരി നടന കലാക്ഷേത്രം എന്ന ഡാൻസ് സ്കൂൾ നടത്തിവരുന്നു. കൊല്ലം തച്ചോണം LP സ്കൂളിലെ നൃത്ത അധ്യാപകൻ കൂടിയാണ്. 65-ൽ പരം കുട്ടികൾക്ക് നൃത്തം പഠിപ്പിച്ചു കൊടുക്കുന്നു. പത്തനാപുരം ഗാന്ധിഭവൻ, തിരുവനന്തപുരം തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നും ധാരാളം ആദരവുകൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ADTT ഡാൻസ് ടീച്ചേഴ്സ് സംഘടനയിൽ അംഗമാണ്. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ലക്ഷ്മി നായർ, തിരുവനന്തപുരം കാഞ്ഞിരംപാറ സ്വദേശി, നർത്തകി. ധാരാളം ക്ഷേത്രങ്ങളിലെ നൃത്ത പരിപാടികളിലും അതുപോലെ ക്ലാസിക്കൽ നൃത്തോത്സവങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. ദൂരദർശനിൽ മോഹിനിയാട്ടത്തിന് B ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. മഹാമഞ്ജീരനാഥം, മൃദംഗനാഥൻ 24, മാർഗഴി ഉത്സവം, ബാലസരസ്വതി ഡാൻസ് ഫെസ്റ്റ്, ശ്രീ യശോദ മഹോത്സവ് തുടങ്ങിയ നൃത്തോത്സവങ്ങളിലും സായിഗ്രാമം, ചങ്ങമ്പുഴ നൃത്ത ആസ്വാദക സദസ്, വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ തുടങ്ങിയ വേദികളിലും അതുപോലെ ധാരാളം ക്ഷേത്രവേദികളിലും നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. മാർഗഴി, നാട്യപ്രഭ, നൃത്യ കലാശ്രീ, യുവ കലാരത്ന എന്നീ പുരസ്കാരങ്ങൾ ഈ മേഖലയിൽ ലഭിച്ചിട്ടുണ്ട്. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ജീന ദിലീപ്, മലപ്പുറം വാളഞ്ചേരി സ്വദേശി, നർത്തകി. മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം എന്നിവയിൽ പ്രാവീണ്യം. 20 വർഷമായി നൃത്തം പഠിപ്പിക്കുന്നു. സ്കൂൾ കലോത്സവങ്ങളും കോളേജ് കലോത്സവങ്ങളും കുട്ടികളെ മത്സരിപ്പിക്കാറുണ്ട്. ഇതിനോടനുബന്ധിച്ച് ധാരാളം പുരസ്കാരങ്ങളും ആദരവുകളും ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ പല ജില്ലകളിലായി ധാരാളം സ്റ്റേജ് പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് ഹൈദരാബാദിൽ 6 വർഷങ്ങളിൽ തുടർച്ചയായി നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. സ്കൂൾ തലത്തിലും സബ് ജില്ലാ തലത്തിലും കോളേജുകളിലെ കലോത്സവത്തിലും ജഡ്ജായി പോകുന്നു. അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയനിൽ 3 വർഷമായി എക്സിക്യൂട്ടീവ് മെമ്പറായും 1 വർഷമായി വൈസ് പ്രസിഡന്റായും തുടരുന്നു. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ബിജു S, തിരുവനന്തപുരം കാരേറ്റ് സ്വദേശി, 20 വർഷത്തിലേറെയായി കലാരംഗത്ത് പ്രവർത്തിക്കുന്നു. ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം എന്നിവയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. കാരേറ്റിൽ പ്രണവം ഡാൻസ് ആൻഡ് മ്യൂസിക് സ്കൂൾ എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. കലോത്സവങ്ങൾക്ക് വേണ്ടി ധാരാളം സ്കൂളുകളിൽ അധ്യാപകനായി പ്രവർത്തിച്ചു വരുന്നു. നിരവധി ക്ഷേത്രങ്ങളിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ മെമ്പറും കാരേറ്റ് ദേവസ്വം ബോർഡ് ഹൈസ്കൂളിലെ SMC ചെയർമാനുമാണ്. മീഡിയ സിറ്റിയുടെ നാട്യശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നിലവിൽ എക്സ്റേ ടെക്നീഷ്യനായി പ്രവർത്തിച്ചു വരുന്നു. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സന്ധ്യ രാജ്കുമാർ, റസൽപുരം സ്വദേശി, 21 വർഷമായി ബ്യൂട്ടി തെറാപ്പിസ്റ്റായി പ്രവർത്തിക്കുന്നു. 2004-ൽ ഭാരത് സേവക് സമാജിൻ്റെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിക്കൊണ്ട്
സ്വന്തമായി ബ്യൂട്ടി കെയർ എന്ന സ്ഥാപനം തുടങ്ങി നിരവധി പെൺകുട്ടികളെ തൊഴിൽ വിദ്യാഭ്യാസമായ ബ്യൂട്ടീഷ്യൻ കോഴ്സ് അഭ്യസിപ്പിക്കുവാൻ അവസരം ലഭിച്ചു. നിരവധി യുവതികൾക്ക് തൊഴിൽ നൽകുവാനും മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ അവരെ സഹായിക്കാനുള്ള അവസരം സൃഷ്ടിക്കാൻ സാധിച്ചു. നിർദ്ധനരായ യുവതികളെയും പിന്നോക്കം നിൽക്കുന്നവരെയും പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും അവസരം ഒരുക്കി കൊടുത്തു. തൊഴിൽ പരിശീലന മേഖലയിൽ ധാരാളം സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. തൊഴിൽ പരിശീലന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഇതോടുകൂടി ഇന്നത്തെ അവാർഡിലെത്തിയവരെ സ്വീകരിക്കുന്ന ചടങ്ങ് തീരുകയാണ്. 2 പേരുടെ വരാനുണ്ടായിരുന്നു. അവരെത്തിയിട്ടുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞാൽ അവരെ വിളിക്കുന്നതായിരിക്കും. അടുത്തതായി ഈ ചടങ്ങിന് ആശംസകൾ നേരുന്ന ചടങ്ങാണ്. ആദ്യമായി ശ്രീമതി ജസീന്ത മോറിസിനെ ആശംസ നേരുന്നതിനായി ക്ഷണിക്കുന്നു. കവയത്രിയാണ്, അഭിനേത്രിയാണ്, മോഡലാണ്, നർത്തകിയാണ്, ഗായികയാണ്, ഏജീസ് ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. ധാരാളം മേഖലകളിൽ സ്വന്തമായി പ്രാവീണ്യം തെളിയിച്ച വ്യക്തിയാണ്. മാഡത്തിനെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. അവാർഡ് ജേതാക്കൾക്കൊക്കെ അഭിനന്ദനങ്ങൾ. എല്ലാവരും നല്ല സന്തോഷത്തിലായിരിക്കും. ഇത്ര പ്രതികൂല കാലാവസ്ഥയിലും പലയിടത്തുനിന്നും ഐ തിങ്ക് സോ സം പീപ്പിൾ ഹാവ് കം ഫ്രം വെരി ഫാർ പ്ലേസ്. ഓക്കെ, വി ആർ ഓൾ ഹാപ്പി. എനിക്ക് 4 വർഷം മുൻപേ BSSൻ്റെ പുരസ്കാരം ലഭിച്ചതാണ്. ഞാൻ ഏജീസ് ഓഫീസിൽ 37 വർഷം സർവീസ് കഴിഞ്ഞിട്ട് അസിസ്റ്റൻറ്റ് സൂപ്പർവൈസറായിട്ട് ഇപ്പോൾ റിട്ടയർ ആയ വ്യക്തിയാണ്. സർവീസിലിരിക്കുമ്പോൾ തന്നെ 10-20 പുസ്തകങ്ങൾ എഴുതി, 5 ഷോർട്ട് ഫിലിംസും 5 ആൽബംസും, അതുകൂടാതെ ഒരുപാട് ഫാഷൻ ഷോസും ഇതിലെല്ലാം പങ്കെടുത്ത് വീട് നിറയെ പുരസ്കാരങ്ങളായിട്ട് ഇരിക്കുന്നെങ്കിലും ഇവിടുന്ന് ലഭിച്ച ഈ പുരസ്കാരത്തിന് ഞാൻ ഒരുപാട് വാല്യുബിൾ ആയിട്ട് കണക്കാക്കുന്നത് കൊണ്ടാണ് കഴിഞ്ഞ 3-4 വർഷമായിട്ട് വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള പല ആൾക്കാരെയും പല ജില്ലകളിൽ നിന്നും മാത്രമല്ല പല സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഈ അവാർഡ് ലഭിക്കാനായിട്ട് ഞാൻ ശുപാർശ ചെയ്തു വരുന്നു. അങ്ങനെ ഇവിടെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ അവാർഡിൻ്റെ മാഹാത്മ്യം മനസ്സിലാകുന്നത്. ഇവിടെ ഇന്നിപ്പം അവാർഡുകൾ വിലപേശലാണല്ലോ. മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് കിട്ടണമെങ്കിൽ 1 ലക്ഷം രൂപ, അതിന് വലിയ ഓഫീസിൻ്റെ അടുത്ത് നിന്ന് കിട്ടണമെങ്കിൽ 50,000 രൂപ. അങ്ങനത്തെയൊക്കെ ഒരു കാലത്ത് എല്ലാവരെയും തുല്യരായിട്ട് കണ്ട് അവാർഡ് ജേതാക്കൾക്ക് പ്രാധാന്യം നൽകി മുൻനിരയിലിരുത്തി ഞങ്ങളെപ്പോലെയുള്ളവർ പിന്നിലിരുന്ന് എല്ലാവരെയും ഒരേപോലെ കണ്ട് ഒരു കുടക്കീഴിൽ എല്ലാവരെയും വരുത്തുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് കണക്ഷനുള്ള ഈ ഒരു പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ. ഇവിടെ വരുമ്പോൾ ആക്ച്വലി പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നത് മുതൽ പിന്നീട് ഉപകാരമാകുന്നു എന്നുള്ളതാണ്. ഇവിടെ പലരും പലരുടെയും നമ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് പോയിട്ട് നിങ്ങളുടെ ഈ ഡീറ്റെയിൽസ് തന്നെ ഇവർ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആവുമ്പോൾ നിങ്ങളിലും പല ആൾക്കാരും നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് മേഖലകളിൽ ശോഭിച്ച് നിന്നിട്ട് അറിയപ്പെടാത്തവരും അതേപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് നല്ല പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നവരും ഇവിടെ വന്ന് അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാകാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും അതിനിടയാക്കണം. നമ്മൾ ഇവിടുന്ന് കൊളുത്തുന്ന ആ ഒരു ദീപശിഖ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് കൂടുതൽ പ്രഭയായിട്ട് എല്ലാ മനുഷ്യരിലേക്കും എത്താൻ ഇടവരട്ടെ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഒന്നും കൂടി. താങ്ക് യു. അടുത്തതായി ഡോക്ടർ സരുൺ കുമാർ. അദ്ദേഹം ആൻറ്റി ഡ്രഗ് ആക്ടിവിസ്റ്റാണ്. വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ്റെ നാഷണൽ വൈസ് പ്രസിഡന്റ് ഇല്ലേ? എത്തിയിട്ടില്ല. ശ്രീമതി രശ്മി ആർ ഉറ്ററ കവയത്രിയാണ്. ഡിവൈൻ ആർട്സ് സ്ഥാപക പ്രസിഡന്റ്. നിഴൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ്. തിക്കുറിശി ഫൗണ്ടേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ചലച്ചിത്ര അക്കാദമിയുടെ റിപ്പോർട്ടറാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. സ്വാഗതം. നമസ്കാരം. ഭാരത് സേവക് സമാജിൻ്റെ പുരസ്കാരം എനിക്ക് ലഭിച്ചിട്ട് 2 വർഷമായി. ഇന്ന് 2 വർഷമാകുന്നു. ഞാൻ ഒട്ടേറെ പേര് പല മേഖലയിലുള്ള വ്യക്തിത്വങ്ങൾ ഇന്നിവിടെ ഉണ്ട്. അതുപോലെ ഒട്ടേറെ പേരെ ഈ മേഖലയിലുള്ള വ്യക്തിത്വങ്ങളെ എനിക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഒരു നിമിഷം നേരത്തേക്കെങ്കിലും അവർക്ക് സന്തോഷം കൊടുക്കുവാൻ സാധിച്ചു. ജീവകാരുണ്യ മേഖലയിൽ
ഞാനും എൻ്റെ കൂട്ടുകാരി ദിവ്യ വൈദേഹിയും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് ഒരു 4 വാചകം പറഞ്ഞ് ഞാൻ നിർത്താം. ഈ അടുത്ത കാലത്ത് മനസ്സിലേറെ വിഷമം തോന്നിയ ഒരു സന്ദർഭമാണ്. ഒരു വീട്ടിൽ ഞങ്ങൾ പോയപ്പോൾ ആ കുട്ടി ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്, ഒരു അമ്മയാണ്. ഭർത്താവ് ഉപേക്ഷിച്ച് പോയ അവർക്ക് 2 പെൺമക്കളാണ്. പക്ഷേ മദ്യപാനിയായ ഭർത്താവ് ഉപേക്ഷിച്ച് പോകുമ്പോൾ സ്കൂളിലേക്ക് പോകുന്ന ആ കുട്ടികൾക്ക് ഡ്രസ്സിനോ മറ്റ് അവർക്ക് ബുക്സിനോ യാതൊരു വിധ വഴിയുമില്ലാതെ വളരെ കഷ്ടപ്പെടുന്ന ഒരു അമ്മ, അത് നമ്മുടെ നാട്ടിലുണ്ട്. ഞാനിത് പറയാൻ കാരണം അടുത്ത് മറ്റൊരു ദിവസം എൻ്റെ മകൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്, നഴ്സറിയിൽ. അവിടെ കൂടെയുള്ള ഒരു കുട്ടി സ്നാക്സിന് പകരം തോരനാണ്, നമ്മൾ ചോറിൻ്റെ ഒപ്പം കഴിക്കുന്ന തോരനാണ് അമ്മ കൊടുത്തു വിട്ടത്. കാരണം 100 രൂപയ്ക്ക് ആ അമ്മ പച്ചക്കറി ഒരാഴ്ച വെച്ച് കഴിക്കുമ്പോൾ കുട്ടിക്ക് സ്നാക്സിന് പകരം ഇത് കൊടുത്തു വിടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കി നമുക്കൊക്കെ ഇത്തരം കുട്ടികൾക്ക്, അതുപോലെ ഇത്തരം ദുരിതങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർക്കും നമ്മുടെ പൈസ അല്ലെങ്കിൽ നമ്മുടെ രൂപ കുറച്ച് കൊടുക്കാൻ ഉള്ള മനസ്സ് നമുക്കുണ്ടായാൽ, അത്തരക്കാരെ നമുക്ക് സേവിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ല പുണ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ഗോപകുമാർ ബി, നാടക സീരിയൽ നടൻ. ബഹുമാനപ്പെട്ട BSSൻ്റെ ചെയർമാൻ ശ്രീ ബാലേന്ദ്ര സാർ, അഡ്മിൻ ഡയറക്ടർ, ജോയിൻറ്റ് ഡയറക്ടേഴ്സ്, എൻ്റെ സുഹൃത്ത് ശ്രീ വിനോദ്, മറ്റ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഈ ഹാളിൽ നിറഞ്ഞിരിക്കുന്ന എല്ലാ അവാർഡ് ജേതാക്കളെയും ഞാൻ മനസ്സിലാക്കുന്നു, കാണുന്നു. 75 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് അനുവദിക്കപ്പെട്ടത് 2 മിനിറ്റാണ്. ഞാൻ 1 മിനിറ്റ് കൊണ്ട് നിർത്തിക്കൊള്ളാം. ശരിക്കും പറയാം, 75 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാച്ചാജി, ഗുൽസലാൻ ആൻഡ എന്നിവർ ചേർന്ന് തുടങ്ങിവെച്ച ഭദ്രദീപം കൊളുത്തിയ ഈ സംരംഭം ഇന്ന് വളർന്ന് പന്തലിച്ച് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ചുമതലക്കാരനായ ശ്രീ ബാലേന്ദ്ര സാർ സജീവമായിട്ടും, അതായത് ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ടെങ്കിൽ 24 മണിക്കൂറും ഇതിനു വേണ്ടി വ്യാപൃതനായിരിക്കുകയാണ്. അദ്ദേഹത്തിന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അക്ഷീണ പരിശ്രമമാണ് ഈ സ്ഥാപനം ഇന്ന് നിലകൊള്ളുന്നത് എന്ന് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാ അവാർഡ് ജേതാക്കൾക്കും ഇനിയും ഇതുപോലുള്ള അസുലഭ മുഹൂർത്തങ്ങൾ ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നതിനും ഉപഹാരം കൈമാറുന്നതിനുമായി ഭാരത് സേവാ സമാജിൻ്റെ ദേശീയ ചെയർമാൻ BS ബാലേന്ദ്ര സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ഭാരത് സേവാ സമാജത്തിൻ്റെ ഏറ്റവും സന്തോഷമുള്ള മുഹൂർത്തങ്ങളിലൊന്നാണ് രാജ്യത്തെ ആദരണീയരായ വ്യക്തിത്വങ്ങളെ കണ്ടെത്തി അവർക്ക് ഭാരത് സേവക് ബഹുമതി നൽകുന്ന ഈ ചടങ്ങ്. രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് വ്യക്തിമുദ്ര തെളിയിച്ച മഹത് വ്യക്തിത്വങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. നാം പലപ്പോഴും പറയാറുണ്ടല്ലോ, ഭാരതം ലോകത്തിന് മുന്നിൽ പല നിലകളിലും 1ാം സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേവലം ഒരു ഭരണകൂടത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ മാത്രമായ ദൗത്യമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് കാണുന്ന ഭാരതമായി മാറിയത് അനേകം കോടി വ്യക്തിത്വങ്ങളുടെ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഭാരതം മാറിയത്. അത് കലയായാലും സംസ്കാരമായാലും സാഹിത്യമായാലും ശാസ്ത്ര സാങ്കേതിക വിദ്യ ആയാലും ഏത് മേഖലയിൽപ്പെട്ടവരായാലും അവരുടെ അധ്വാനം വഴി സമൂഹത്തെ പ്രചോദിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലെ ആളുകൾക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് നൽകിക്കൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് അവരിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട്
അവർ വഴികാട്ടികളായതുകൊണ്ട് അവരിൽ നിന്നുള്ള പ്രചോദനം സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത്തരം മഹത് സേവനം നടത്തിയിട്ടുള്ള മഹാന്മാരായ വ്യക്തികളാണ്, മഹാന്മാരും മഹതികളുമായ വ്യക്തികളാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ ഏറെ അഭിമാനപൂർവ്വം കാണുകയാണ് ഡോക്ടർ രാജേന്ദ്രൻ നായർ സാറിനെ പോലുള്ള ആളുകൾ. എന്തെല്ലാം മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ച ആളാണ്. അദ്ദേഹം ഒരു വളരെ വലിയ വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. ആ വിദ്യാഭ്യാസ പ്രവർത്തകനായ ഒരു വ്യക്തി നമ്മുടെ ഈ രാഷ്ട്രത്തിൻ്റെ അംഗീകാരം പോലെ ഭാരത് സേവ നൽകുന്ന ദേശീയ ബഹുമതി വാങ്ങുവാൻ ഇവിടെ എത്തിച്ചേരുമ്പോൾ വാസ്തവത്തിൽ ഭാരത് സേവ സമാജമാണ് ബഹുമാനിതമാകുന്നത്. അതുപോലെ എത്ര എത്ര വ്യക്തി, നമ്മുടെ പ്രൊഫസർ ടീച്ചർ വിജയലക്ഷ്മി അല്ലേ, പ്രൊഫസർ വിജയലക്ഷ്മി, അതുപോലെ വൺ ഓഫ് മൈ ഫ്രണ്ട് ഫ്രം Jharkhand, Mr. Gupta, he came from Jharkhand to receive this award. He was a former MLA and so many social service activists. In so many places, he is a very big contributor. He wrote several books. He given a book to me regarding the tribes of Kerala, including Kerala, Pondicherry, Tamil Nadu. How he entered into the state of Kerala also to learn the tribes of the state, how they are living and how we can promote them. This type of personalities are coming here and they are also receiving Bharat Sevak honor from Bharat Sevak Samaj. We are very privileged, Dr. Gupta. We are very much happy to give Bharat Sevak honor to you. ഇതാ ഒരു കലാകാരൻ ഇരിക്കുന്നു. അമ്പലങ്ങളിൽ മലർന്നു കിടന്നുകൊണ്ട് ചിത്രം വരച്ച മഹാവ്യക്തി. 3 അമ്പലങ്ങൾ ഒന്ന് ആലോചിച്ചു. നമ്മുടെ മൈക്കൽ ആഞ്ചലോയെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇല്ലേ? മൈക്കൽ ആഞ്ചലോ ഇങ്ങനെ മുകളിൽ മലർന്നു കിടന്നുകൊണ്ട് വരച്ചു എന്നാണ്. അതെ, ഒന്ന് ആലോചിച്ചു. ഇത്തരം വ്യക്തികൾ അടുത്തിരിക്കുന്നത് തന്നെ നമുക്കൊരു വലിയ പ്രചോദനമാണ് ഇല്ലേ? അടുത്തിരിക്കുന്നത് തന്നെ എല്ലാം പ്രകാശമാണ്. നമുക്ക് നമ്മുടെ ചുറ്റും ഉള്ള ആളുകളുടെ ഈ പ്രകാശം നമുക്ക് ലഭിക്കുന്നത്. ഇതുപോലെ സമൂഹത്തിൽ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഒന്നിച്ചിരുത്തി ആദരിക്കുന്ന ചടങ്ങ് ഭാരത് സേവ സമാജത്തിൻ്റെ പ്ലാറ്റ്ഫോമിലല്ലാതെ മറ്റൊരു പ്ലാറ്റ്ഫോമിലും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും വളരെ മഹത്തായ പാരമ്പര്യവും പശ്ചാത്തലമുള്ള വ്യക്തികളാണ്. ആ ഒരു പ്രത്യേകതയാണ് ഭാരത് സേവ ഓണർ നൽകുന്നത് വഴി നമുക്ക് ഉണ്ടാകുന്ന കരുത്ത് എന്ന് പറയുന്നത്. നാളെ ദേശീയ പുരസ്കാരമായ പത്മ ബഹുമതി, ഭാരതരത്ന ഉൾപ്പെടെയുള്ള ബഹുമതികൾക്ക് അർഹമാകാം ഇതിനകത്ത് പലരും. ആ സമയം ഭാരത് സേവ സമാജത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് ഉപയോഗപ്പെടും. ഭാരത് സേവക് ഓണർ നൽകി എന്നത് നിങ്ങളുടെ ബയോഡാറ്റയിൽ, നിങ്ങളുടെ പശ്ചാത്തലത്തിൽ അഭിമാനപൂർവ്വം രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു ആദരവാണ്. അത്തരത്തിലുള്ള മഹത് വ്യക്തിത്വങ്ങളെയാണ് ഇവിടെ ക്ഷണിക്കുന്നതും ഇവിടെ വരുന്നതും അവർ പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നതും. ഇവിടെ പുരസ്കാരം സ്വീകരിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഭാരത് സേവ സമാജത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്ന
ഒരു വ്യക്തിയാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളാണ് ശ്രീ കുളത്തൂർ ഭാസ്കരൻ നായരും കരമന ജനാർദ്ദനൻ നായരും, KP കുമാരൻ അടക്കമുള്ള ആളുകൾ. അന്നവർ ഭാരതീയ സമാജത്തിൻ്റെ ഗ്രാമവികസന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ ചെറുപ്പക്കാരായിരിക്കുമ്പോൾ ജോലി ചെയ്തിരുന്നു. ആ അനുഭവം ഉണ്ടാവാൻ കാരണം, ആ അനുഭവം ഞാൻ ഇവിടെ പറയാൻ കാരണം, അന്ന് ഭാരതീയ സമാജമാണ് മുൻകൈ എടുത്ത് ചിത്രലേഖ ഫിലിം സൊസൈറ്റി ഉണ്ടാക്കുന്നത്. ആ ചിത്രലേഖ ഫിലിം സൊസൈറ്റി വഴിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സ്വയംവരം എന്ന സിനിമ പുറത്തിറങ്ങിയത്. അതിൻ്റെ 50 വർഷം പിന്നിടുകയാണ്. മലയാള ചലച്ചിത്ര രംഗത്ത് ഒരു വലിയ വഴിത്തിരിവായിരുന്നു ചിത്രലേഖ ഫിലിം സൊസൈറ്റി. ഞാനിപ്പോൾ ഇവിടെ പറയാൻ കാരണം ഇവിടെ പാസഞ്ചറിൻ്റെ നിർമ്മാതാവ് തന്നെ ഇരിക്കുകയാണ്. വളരെ ഇതൊരു വലിയ ചലച്ചിത്ര നിർമ്മാതാവ്. പാസഞ്ചർ ഒരു സൂപ്പർ പടമായിരുന്നു. എടുത്ത 3 പടങ്ങളും ഗംഭീര പടങ്ങളാണ്. ആണല്ലേ? 3 പടങ്ങൾ നല്ല ഗംഭീര പടങ്ങളാണ്. അപ്പോൾ ആ വിഷയം ഞാൻ ഇവിടെ പറയാൻ കാരണം, ഭാരതീയ സമാജ് മുൻകൈ എടുത്തിപ്പോൾ ഒരു സെക്ഷൻ 8 കമ്പനി JBV ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു സെക്ഷൻ 8 കമ്പനി സോഷ്യൽ മീഡിയ രംഗത്ത്, വിഷ്വൽ മീഡിയ രംഗത്തും ഇടപെടാൻ വേണ്ടി ഒരു പ്രസ്ഥാനം രൂപീകരിച്ചിട്ടുണ്ട്. ആ പ്രസ്ഥാനത്തിൻ്റെ ചുമതലയിൽ ഡോക്യുമെൻ്ററികൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 5 മുതൽ 15 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഡോക്യുമെൻ്ററികൾ. അത് ആർക്കും പ്രൊഡ്യൂസ് ചെയ്യാം. അവർക്ക് ആവശ്യമായ സാമ്പത്തിക പിന്തുണ, അത് 5000 മുതൽ 5 ലക്ഷം രൂപ വരെ പിന്തുണ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ സോഫ്റ്റ് ലോണാണ് കേട്ടോ, സോഫ്റ്റ് ലോണാണ്. അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്നിവിടെ പല പ്രമുഖ കലാകാരന്മാരെയും കണ്ടപ്പോൾ അത് പറയണമെന്ന് തോന്നി. അങ്ങനെ ഒരു 10,000 ഡോക്യുമെൻ്ററികൾ പ്രൊഡ്യൂസ് ചെയ്താൽ കൊള്ളാമെന്ന് ഭാരതീയ സമാജ് തീരുമാനിച്ചിരിക്കുകയാണ് ഈ JBV ഫൗണ്ടേഷൻ മുഖേന. അതിനകത്ത് ആ ഡോക്യുമെൻ്ററികളിൽ ഒരു പ്രധാന കാര്യം മാത്രം, വ്യക്തികളെ അപമാനിക്കുന്ന, സ്വഭാവഹത്യ നടത്തുന്ന, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നാം കാണുന്ന, പ്രചരിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾക്ക് പിന്തുണ കൊടുക്കത്തില്ല. ഇതെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിൻ്റെ ഓൺലൈൻ ഈ JBV ഫൗണ്ടേഷന് സമർപ്പിക്കുകയും ആ അപ്രൂവൽ കിട്ടിയതിന് ശേഷം പണം സാങ്ഷൻ ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ്. അത് സംബന്ധിച്ച് ചില കരാറൊക്കെ ഉണ്ട്. ഇപ്പോൾ 5000 മുതൽ 5 ലക്ഷം രൂപ വരെ എന്ന് പറയുമ്പോൾ മൊബൈൽ ഉപയോഗിച്ച് തന്നെ ഡോക്യുമെൻ്ററി എടുക്കുന്ന നിരവധി കുട്ടികളുണ്ട്, നിരവധി ആളുകളുണ്ട്. ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ഈ അടുത്ത കാലത്ത് കൂത്തമ്പലത്തെക്കുറിച്ച് മൊബൈൽ ഉപയോഗിച്ചിട്ട് പടം എടുത്തിരിക്കുന്നു അല്ലേ? മൊബൈൽ കൂത്തമ്പലത്തെക്കുറിച്ച്. അപ്പം നമ്മുടെ വിഷ്വൽ മീഡിയ രംഗം എന്ന് പറയുന്നത് ഭയങ്കരമായൊരു സ്ട്രക്ചറൽ ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ്. ഇന്നിവിടെ വന്ന ഓരോ വ്യക്തികളെക്കുറിച്ചും ഞാൻ അങ്ങനെ ഇന്ന് ആലോചിക്കുക. ഡോക്ടർ രാമേന്ദ്രനെക്കുറിച്ചൊക്കെ നല്ല ഡോക്യുമെൻ്ററിക്ക് ഭയങ്കര സ്കോപ്പാണ്. എന്താ ഒരു വിജ്ഞാനമല്ലേ, അറിവല്ലേ, എല്ലാ വ്യക്തികളെക്കുറിച്ചും ഇവിടെ വന്നിരിക്കുന്ന ആളുകളെക്കുറിച്ചൊക്കെ ഇത്തരം ഡോക്യുമെൻ്ററിക്ക് ഭയങ്കര സ്കോപ്പാണ്. ഇത്തരം മഹത് വ്യക്തികൾ കാലത്തിന് മുന്നിൽ ചരിത്രപരമായി രേഖപ്പെടുത്തേണ്ടുന്ന വ്യക്തിത്വങ്ങളുടമയാണ്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ കണ്ടെത്തി ഇവിടെ ഒന്നിച്ച് വിളിച്ചു കൂട്ടുവാനും അവരെ ആദരിക്കുവാനുമുള്ള ഈ ഭാഗ്യം ഭാരതീയ സമാജത്തിന് ലഭിച്ചത് ഏറെ സന്തോഷത്തോടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. എല്ലാവിധ ആശംസകൾ നേരുന്നു. നമസ്കാരം. ജയ് ജഗത്. അടുത്തതായി ഭാരത് സേവക് ഉപഹാരം കൈമാറുന്ന ചടങ്ങാണ്. I heartily welcome Dr. Jai Prakash Gupta for receiving the honor.
ആദരണീയനായ ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ അവർകൾ, ബഹുമാനിയായ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ബഹുമാനിയായ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ, ദേശീയ പുരസ്കാരം സ്വീകരിക്കുവാൻ ഇവിടെ ക്ഷണിക്കപ്പെട്ട് എത്തിച്ചേർന്നിട്ടുള്ള വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, ഡോക്ടർ BS ബാലചന്ദ്രൻ അവർകളുടെ നേതൃത്വത്തിലുള്ള ന്യൂഡൽഹിയിലെ സെൻട്രൽ ഭാരത് സേവക് സമാജ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും നവഭാരത ശില്പിയുമായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദേശീയ വികസനത്തിന് ആക്കം കൂട്ടുവാൻ മാനവ വിഭവശേഷി സമാഹരിച്ചുകൊണ്ട് രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയകൾക്കും ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി രാഷ്ട്രത്തിന് സമർപ്പിച്ച രാഷ്ട്രീയേതരവും മതപരമായോ വർണ്ണവർഗ വ്യത്യാസവും അസമത്വങ്ങളും ഇല്ലാതെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാനും നിലനിർത്തുവാനും ഉദ്ദേശിച്ചുകൊണ്ട് രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ട ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ മികവ് ഇന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ വലിയ ഒരു ജനവിഭാഗത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും എത്തിക്കുവാൻ കഴിഞ്ഞു എന്നത് BSSൻ്റെ നേതൃത്വം അഭിമാനിക്കുകയാണ്. BSSൻ്റെ നേതൃത്വം ഇങ്ങനെ അഭിമാനിക്കുമ്പോൾ അതിന് പങ്കാളിത്തം വഹിച്ച ഈ രാജ്യത്തെ സാമൂഹിക സേവന രംഗങ്ങളിൽ വിവിധങ്ങളായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളെ, രാജ്യസ്നേഹികളും ആത്മാർപ്പണ ബോധവുമുള്ള വ്യക്തിത്വങ്ങളെയും ദേശീയ തലത്തിൽ ഭാരത് സേവക് സമാജ് ആദരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും ദേശീയ പുരസ്കാരം നൽകി വരുന്നതിനോടൊപ്പം ഇന്ന് BSSൻ്റെ സെൻട്രൽ പ്രോഗ്രാം ഓഫീസിൽ നടന്ന ഈ ചടങ്ങിന് നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ ആദരണീയനായ ഡോക്ടർ BS ബാലചന്ദ്രൻ അവർകളായിരുന്നു ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ. അദ്ദേഹത്തിന് BSSൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. BSSൻ്റെ ദേശീയ സെക്രട്ടറി ബഹുമാനിയായ ശ്രീമതി ജയ ശ്രീകുമാറിന് ഭാരത് സേവക് സമാജിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. BSSൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ, ജോയിൻ്റ് ഡയറക്ടർ ശ്രീമതി സിന്ധു മധു എന്നിവർക്ക് BSSൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദേശീയ ഗാനം. जनगण मन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे तव शुभ आशीष मांगे, गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे।